പല കുട്ടികളുടെ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഹിന്ദി. ഹിന്ദിയിൽ മാർക്ക് കുറയാനുള്ള കാരണം ചെറിയ ചെറിയ ഒരു മിസ്റ്റേക്സ് കാരണമായിരിക്കും നിങ്ങൾക്ക് മാർക്കിൽ താഴേക്ക് പോകുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്ന 3 ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്സിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തെ ടിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഏത് ചാപ്റ്റർ ആണോ, ചിലപ്പോൾ സ്റ്റോറി ആയിരിക്കാം, പോയം ആയിരിക്കാം, മെസ്സേജ് ആയിരിക്കാം, ഏതാണോ അതിന്റെ സമ്മറി നന്നായിട്ട് മനസ്സിലാക്കി. നമുക്ക് ഈ സമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സോഴ്സസ് ഉണ്ട്. നമുക്ക് ഗൈഡ്സ് യൂസ് ചെയ്യാം, ഗൂഗിളിൽ നോക്കാം, യൂട്യൂബിലും നോക്കാം. അങ്ങനെ നമ്മൾ സമ്മറി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മേലെ വരയ്ക്കുന്ന വരയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി പറയാൻ പോകുന്നത് ഓദറിനെ കുറിച്ചാണ്. അതായത് ഏതൊരു സ്റ്റോറി ആവട്ടെ, പോയം ആവട്ടെ, അത് എഴുതിയിരിക്കുന്ന ഓദറിനെ കുറിച്ച്, അവരുടെ പേരും അവരെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ള 2 സെന്റൻസും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ നിങ്ങൾ ഈ സ്പീച്ചൊക്കെ എഴുതുന്ന സമയത്ത് ഏത് സ്ഥലത്ത് ഏത് സ്പീച്ച് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന 2-3 സെന്റൻസുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ ഇനി മൂന്നാമത്തെ കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നല്ല ഗുഡ് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക എന്നുള്ളത്. ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ കൃത്യമായ സ്പേസിങ്ങോട് കൂടി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക. അങ്ങനെ നീറ്റ്ലി പ്രസൻറ്റഡ് ആയിട്ടുള്ള ഒരു ആൻസർ ഷീറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദിക്ക് നല്ലൊരു മാർക്ക് തന്നെ, നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനേക്കാളും മാർക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.